ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കേരള ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, പരിചയപ്പെടാൻ പോകുന്നത്. റിവൈസ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, കണ്ട ആ ഒരു ചോദ്യങ്ങൾ പിന്നെയും കാണുക, പിന്നെയും എന്ത് ചെയ്യുക, അത് പഠിക്കുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഭദ്രകാളിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ്? അത് ചെമ്പരത്തിയാണ്. അപ്പോൾ ഭദ്രകാളിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ്ടാ? അത് ചെമ്പരത്തിയാണ്. അപ്പോൾ ഭദ്രകാളിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ്? അത് ചെമ്പരത്തിയാണ്. ഒന്നുകൂടി പറയാം, ഭദ്രകാളിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ്? അത് ചെമ്പരത്തിയാണ്. അടുത്ത ചോദ്യം, വിഷ്ണുവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ്? അത് തുളസിയാണ്. അപ്പോൾ വിഷ്ണുവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ്? അത് തുളസിയാണ്. ഒന്നുകൂടി, വിഷ്ണുവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ്? അത് തുളസിയാണ്. അടുത്ത ചോദ്യമാണ്, രാമന് ശബരി നൽകിയ ഉപദേശം എന്താണ്? പമ്പാതീരത്ത് ഋഷ്യമൂകാചലത്തിൽ പോയി സുഗ്രീവനെ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ രാമന് ശബരി നൽകിയ ഉപദേശം എന്താണ്ടാ? പമ്പാതീരത്ത് ഋഷ്യമൂകാചലത്തിൽ പോയി സുഗ്രീവനെ കാണാനാണ് പറഞ്ഞത്. ഒന്നുകൂടി, രാമന് ശബരി നൽകിയ ഉപദേശം എന്തുപദേശമാണ് നൽകിയത്? പമ്പാതീരത്ത് ഋഷ്യമൂകാചലത്തിൽ പോയി ആരെ കാണാൻ? സുഗ്രീവനെ കാണാനാണ് പറഞ്ഞത്. അടുത്ത ചോദ്യമാണ്, താടകയുടെ മക്കൾ ആരെല്ലാമാണ്? മാരീചനും സുബാഹുവുമാണ്. അപ്പോൾ താടകയുടെ മക്കൾ ആരെല്ലാമാണ്? മാരീചനും സുബാഹുവുമാണ്. അപ്പോൾ താടകയുടെ മക്കൾ ആരെല്ലാമാണ്ടാ? മാരീചനും സുബാഹുവും. അടുത്ത ചോദ്യം, മഹോദയപുരം നിർമ്മിച്ചതാര്? കുശനാജനാണ്. അപ്പോൾ മഹോദയപുരം നിർമ്മിച്ച വ്യക്തി ആരാണ്? കുശാനജനാണ്. ഒന്നുകൂടി, മഹോദയപുരം നിർമ്മിച്ചതാര്? ആരാണ്? അത് കുശാനജനാണ്. അടുത്ത ചോദ്യം, വൈദേഹി എന്ന പേരിൽ പ്രസിദ്ധയായത് ആരാണ്? അത് സീതയാണ്. അപ്പോൾ വൈദേഹി എന്ന പേരിൽ പ്രസിദ്ധയായത്, അല്ലെങ്കിൽ സീതയുടെ വേറൊരു പേരെന്താണ്? വൈദേഹി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വൈദേഹി എന്ന പേരിൽ പ്രസിദ്ധയായതാരാണ്? നമ്മുടെ സീതാദേവിയാണ്. അടുത്ത ചോദ്യമാണ്, ശുനശേഫൻ്റെ പിതാവിൻ്റെ പേര്? അജീകർത്തന. അപ്പോൾ ശുനശേഫൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? അജികർത്തൻ. അപ്പോൾ ശുനശേഫൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? അജികർത്തനാണ്. അടുത്ത ചോദ്യം, കൊല്ലവർഷം മകരം 5-ാം തീയതി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് അടിയറ വെച്ചു. ഇതിന് പറയുന്ന പേര് എന്താണ്? അതിനെയാണ് തൃപ്പടിദാനമെന്ന് പറയുന്നത്. നമ്മുടെ പത്മനാഭദാസൻ ആയി മാറുന്ന ആ ഒരു ഇതാണ് തൃപ്പടിദാനം വഴി നമ്മുടെ മാർത്താണ്ഡവർമ്മ നടത്തിയത്. അപ്പോൾ കൊല്ലവർഷം മകരം 5-ാം തീയതി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് അടിയറവ് വെച്ചു. ഇതിന് പറയുന്ന പേരെന്താണ്? ഇതിനെയാണ് തൃപ്പടിദാനമെന്ന് പറയുന്നത്. അപ്പോൾ കൊല്ലവർഷം മകരം 5-ാം തീയതി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് അടിയറവ് വച്ചു. ഇതിന് പറയുന്ന പേരെന്താണ്ടാ? ഇതിനെയാണ് തൃപ്പടിദാനമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി, കൊല്ലവർഷം മകരം 5-ാം തീയതി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് അടിയറവ് വെച്ചു. ഇതിന് പറയുന്ന പേരെന്താണ്? ഇതിനെയാണ് തൃപ്പടിദാനമെന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് 1-ാം തൃപ്പടിദാനം ആണിത്. പിന്നെ അത് കഴിഞ്ഞ് 2-ാം തൃപ്പടിദാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. അടുത്ത ചോദ്യം, ലോഹ വിഗ്രഹങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? ലൗഹി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ലോഹ വിഗ്രഹങ്ങളെ എന്തെന്ന് പറയപ്പെടുന്നു? ലൗഹി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ലോഹ വിഗ്രഹങ്ങളെ എന്തെന്നാണ്ടാ പറയുന്നത്? ലൗഹി എന്നാണ് പറയുന്നത്. ഒന്നുകൂടി, ലോഹ വിഗ്രഹങ്ങളെ എന്തെന്ന് പറയുന്നു? ലൗഹി എന്നാണ് പറയുന്നത്.
അടുത്ത ചോദ്യം, ശ്രീ അയ്യപ്പൻ്റെ മറ്റൊരു പേരെന്ത്? എന്താണ്? മണികണ്ഠൻ എന്നാണ്. കഴുത്തിൽ മണിയുള്ളത് കൊണ്ട് മണികണ്ഠൻ എന്ന് വിളിച്ചതാണ്. അപ്പോൾ ഭഗവാൻ ശ്രീ അയ്യപ്പൻ്റെ മറ്റൊരു പേര് എന്താണ്? മണികണ്ഠൻ എന്നാണ്. അപ്പോൾ ഭഗവാൻ ശ്രീ അയ്യപ്പൻ്റെ മറ്റൊരു പേര് എന്ത് പേരാണ്? മണികണ്ഠൻ എന്നാണ്. അപ്പോൾ ശ്രീ അയ്യപ്പൻ്റെ മറ്റൊരു പേര് എന്താണ്ടാ? മണികണ്ഠൻ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അടുത്ത ചോദ്യമാണ്, ക്ഷേത്ര വിഗ്രഹങ്ങളുടെയും 3 തരം ഭാവങ്ങൾ ഏതെല്ലാം? അപ്പോൾ ക്ഷേത്ര വിഗ്രഹങ്ങളുടെ 3 തരം ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സാത്വികം, രാജസം, താമസം. അപ്പോൾ ക്ഷേത്ര വിഗ്രഹങ്ങളുടെ 3 തരം ഭാവങ്ങൾ ഏതൊക്കെയാണ്? സാത്വികം, രാജസം, താമസം. അപ്പോൾ ഒന്നുകൂടി, ക്ഷേത്ര വിഗ്രഹങ്ങളുടെ 3 തരം ഭാവങ്ങൾ ഏതൊക്കെയാണ്? സാത്വികം, രാജസം, താമസം. ഒന്നുകൂടി, ക്ഷേത്ര വിഗ്രഹങ്ങളുടെ 3 തരം ഭാവങ്ങൾ ഏതൊക്കെയാണ്? സാത്വികം, രാജസം, താമസം. അടുത്ത ചോദ്യം, ധ്വജത്തിൻ്റെ മുകൾ ഭാഗം ഷഡ്ചക്രങ്ങളിൽ ഏതിനെ സങ്കല്പിക്കുന്നു? ഏതിനെ സങ്കല്പിക്കുന്നു? സഹസ്രാരത്തെ സങ്കല്പിക്കുന്നു. അപ്പോൾ ധ്വജത്തിൻ്റെ മുകൾ ഭാഗം ഷഡ്ചക്രങ്ങളിൽ ഏതിനെ സങ്കല്പിക്കുന്നു? സഹസ്രാരത്തെയാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ധ്വജത്തിൻ്റെ മുകൾ ഭാഗം ഷഡ്ചക്രങ്ങളിൽ ഏതിനെ സങ്കല്പിക്കുന്നതാ? സഹസ്രാരത്തെയാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയാം. ധ്വജത്തിൻ്റെ മുകൾ ഭാഗം ഷഡ്ചക്രങ്ങളിൽ ഏതിനെ സങ്കല്പിക്കുന്നു? സഹസ്രാരത്തെയാണ് സങ്കല്പിക്കുന്നത്. അടുത്ത ചോദ്യമാണ്, ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്തുവാൻ ഉപയോഗിക്കുന്ന രാഗം ഏത് രാഗമാണ്? അത് ഭൂപാള രാഗമാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്തുവാൻ ഉപയോഗിക്കുന്ന രാഗം ഏത് രാഗമാണ്? അത് ഭൂപാള രാഗമാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്തുവാൻ ഉപയോഗിക്കുന്ന രാഗം ഏത് രാഗമാണ്? ഏത് രാഗമാണ്? അത് ഭൂപാള രാഗമാണ്. ഒന്നുകൂടി, ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്തുവാൻ ഉപയോഗിക്കുന്ന രാഗം ഏത് രാഗമാണ്? ഏത് രാഗമാണത്? ഭൂപാള രാഗമാണ്. അടുത്ത ചോദ്യം, മൂകാംബികയിലെ പ്രധാന പ്രസാദം എന്താണ്? കഷായ തീർത്ഥമാണ്. അപ്പോൾ മൂകാംബികയിലെ പ്രധാന പ്രസാദം ഏത് പ്രസാദമാണ്? കഷായ തീർത്ഥമാണ്. അപ്പോൾ മൂകാംബികയിലെ പ്രധാന പ്രസാദം ഏത് പ്രസാദമാണ്? കഷായ തീർത്ഥമാണ് മൂകാംബികയിലെ പ്രധാന പ്രസാദം എന്ന് പറയുന്നത്. അപ്പോൾ മൂകാംബികയിലെ പ്രധാന പ്രസാദം ഏത് പ്രസാദമാണത്? കഷായ തീർത്ഥമാണ്. അടുത്ത ചോദ്യം, ധ്വജത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് എന്താണ്? എന്താണ്? ദേവൻ്റെ വാഹനം, ദേവവാഹനമാണ്. അപ്പോൾ ധ്വജത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് എന്താണ്ടാ? അത് ദേവവാഹനമാണ്. അപ്പോൾ ധ്വജത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് എന്താണ്? എന്താണ്? ദേവവാഹനം. സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ മണ്ടയിൽ ആ ഒരു ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ധ്വജത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് എന്താണ്? അത് ദേവവാഹനമാണ്. അടുത്ത ചോദ്യം, ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം എത്ര സാളഗ്രാമങ്ങൾ കൊണ്ട് തീർത്തതാണ്? എത്രയാണ്? 12,000 സാളഗ്രാമങ്ങൾ കൊണ്ട് തീർത്തതാണ്. അപ്പോൾ ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം എത്ര സാളഗ്രാമങ്ങൾ കൊണ്ട് തീർത്തതാണ്? എത്രയാണ്? 12,000 സാളഗ്രാമങ്ങൾ കൊണ്ട് തീർത്തതാണ്. ചോദ്യം ഒന്നുകൂടി, ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം എത്ര സാളഗ്രാമങ്ങൾ കൊണ്ട് തീർത്തതാണ്? എത്രയാണ്? 12,000 സാളഗ്രാമങ്ങൾ കൊണ്ട് തീർത്തതാണ്. അടുത്ത ചോദ്യം, പതഞ്ജലി മുനിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം അത് രാമേശ്വരമാണ്. അപ്പോൾ പതഞ്ജലി മുനിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമേത്? ഏതാണത്? അത് രാമേശ്വരമാണ്. അപ്പോൾ നമ്മുടെ പതഞ്ജലി മുനിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏത് ക്ഷേത്രം? ഏതാണ്? അത് രാമേശ്വരമാണ്. ഒന്നുകൂടി, പതഞ്ജലി മുനിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏത് ക്ഷേത്രമാണ്? അത് രാമേശ്വരം ക്ഷേത്രമാണ്. അടുത്ത ചോദ്യമാണ്, ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയത് ആര്? താനന്ദമയി ദേവിയാണ്. അപ്പോൾ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? അത് താനന്ദമയി ദേവിയാണ്. അപ്പോൾ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയത് ആരാണത്? അത് താനന്ദമയി ദേവിയാണ്. ഒന്നുകൂടി പറയാം, ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയത് ആരാണത്?
അത് താനന്ദമയി ദേവിയാണ്. അടുത്ത ചോദ്യമാണ്, അത്താഴ പൂജയ്ക്ക് ശേഷം സ്ത്രീകൾക്ക് നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാൻ അനുവാദമുള്ള ക്ഷേത്രം ഏതാണ്? തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രമാണ്. അപ്പോൾ അത്താഴ പൂജയ്ക്ക് ശേഷം സ്ത്രീകൾക്ക് നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാൻ അനുവാദമുള്ള ക്ഷേത്രമേത്? ഏതാണ്ടാ? അത് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രമാണ്. അപ്പോൾ അത്താഴ പൂജയ്ക്ക് ശേഷം സ്ത്രീകൾക്ക് നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാൻ അനുവാദമുള്ള ക്ഷേത്രമേതാണ്? ഏതാണ്? അത് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രമാണ്. അടുത്ത ചോദ്യം, ക്ഷേത്രക്കിണർ ഏതു കൂറിലാണ് നിർമ്മിക്കുന്നത്? ഏത് കൂറിലാണ്? ഏത് കൂറിലാണത്? മീനക്കൂറിലാണ്. അപ്പോൾ ക്ഷേത്രക്കിണർ ഏത് കൂറിലാണ് സ്ഥാപിക്കുന്നത്? ഏത് കൂറിലാണ്? അത് മീനക്കൂറിലാണ്. അപ്പോൾ ക്ഷേത്രക്കിണർ ഏത് കൂറിലാണ് സ്ഥാപിക്കുന്നത്? ഏത് കൂറിലാണ്ടാ? മീനക്കൂറിലാണ് ക്ഷേത്രക്കിണർ സ്ഥാപിക്കുന്നത്. അപ്പോൾ ക്ഷേത്രക്കിണർ ഏത് കൂറിലാണ് സ്ഥാപിക്കുന്നതെന്ന് വെച്ചാൽ ഏത് കൂറിലാണ്? അത് മീനക്കൂറിലാണ്. അടുത്ത ചോദ്യമാണ്, രാമായണ കഥ വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ചതാര്? ആരാണ്? അത് ബ്രഹ്മാവാണ്. അപ്പോൾ രാമായണ കഥ വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ചതാര്? ആരാണ്? അത് ബ്രഹ്മാവാണ്. അപ്പോൾ രാമായണ കഥ വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ചതാര്? ആരാണത്? അത് ബ്രഹ്മാവാണ്. ഒന്നുകൂടി, രാമായണ കഥ വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ചത് ആരാണ്? അത് ബ്രഹ്മാവാണ്. ഒന്നുകൂടി പറയാം, രാമായണ കഥ വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ചതാരാണ്ടാ? അത് ബ്രഹ്മാവാണ്. അടുത്ത ചോദ്യം, കന്നഡയിലെ രാമായണം ഏതാണ്? അത് നാഗചന്ദ്രയുടെ രാമചന്ദ്ര ചരിതമാണ്. അപ്പോൾ കന്നഡയിലെ രാമായണം ഏതാണ്? നാഗചന്ദ്രയുടെ രാമചന്ദ്ര ചരിതമാണ്. അപ്പോൾ ഒന്നുകൂടി, കന്നഡയിലെ രാമായണം ഏതാണ്? അത് നാഗചന്ദ്രയുടെ രാമചന്ദ്ര ചരിതമാണ്. അപ്പോൾ കന്നഡയിലെ രാമായണം ഏതാണ്? നാഗചന്ദ്രയുടെ രാമചന്ദ്ര ചരിതം. ഏത്? രാമചന്ദ്ര ചരിതം. അടുത്ത ചോദ്യം, വിശ്വാമിത്രൻ്റെ യാഗസ്ഥലത്തേക്കുള്ള യാത്രയിൽ രാമൻ വധിച്ച സ്ത്രീ ആരാണ്? താടകയെയാണ് രാമൻ വധിച്ചത്. അപ്പോൾ വിശ്വാമിത്രൻ്റെ യാഗസ്ഥലത്തേക്കുള്ള ആ ഒരു യാത്രയിൽ രാമൻ വധിച്ച സ്ത്രീ ഏത് സ്ത്രീയെയാണ് രാമൻ വധിച്ചത്? ആരെയാണ്? താടകയെയാണ് രാമൻ വധിച്ചത്. അപ്പോൾ വിശ്വാമിത്രൻ്റെ യാഗസ്ഥലത്തേക്കുള്ള യാത്രയിൽ രാമൻ വധിച്ച സ്ത്രീ ഏത് സ്ത്രീയാണ് രാമൻ വധിച്ചത്? താടകയെയാണ് രാമൻ വധിച്ചത്. അപ്പോൾ ദശരഥൻ്റെ യഥാർത്ഥ പേരെന്ത്? എന്താണ്? നേമിയാണ്. എന്താണ്? നേമി. ഒന്നുകൂടി, ദശരഥൻ്റെ യഥാർത്ഥ പേര് എന്താണ്ടാ? നേമിയാണ്. എന്താണ്? നേമിയാണ്. അടുത്ത ചോദ്യം, ഇന്ദ്രന് ഗൗതമ മുനി നൽകിയ ശാപമെന്ത്? എന്താണ്? സഹസ്രഭഗനാകുക എന്ന ശാപമാണ് ഇന്ദ്രന് ഗൗതമ മുനി നൽകിയ ശാപം. അപ്പോൾ ഇന്ദ്രന് ഗൗതമ മുനി നൽകിയ ശാപം എന്ത് ശാപമാണ്? സഹസ്രഭഗനാകുക എന്ന ശാപമാണ് ഇന്ദ്രന് ഗൗതമ മുനി നൽകിയ ശാപമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി, ഇന്ദ്രന് ഗൗതമ മുനി നൽകിയ ശാപം എന്താണ്? സഹസ്രഭഗനാകുക എന്ന ശാപമാണ് നൽകിയതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പോൾ ഇന്ദ്രന് ഗൗതമ മുനി നൽകിയ ശാപം ഈ ഒരു ശാപമാണ്. അടുത്ത ചോദ്യമാണ്, ക്ഷേത്രത്തിലെ ഉത്തരങ്ങളിൽ അധമമായ ഉത്തരത്തിന് പറയുന്ന പേര് എന്താണ്? രൂപോത്തരമാണ്. അപ്പോൾ ക്ഷേത്രത്തിലെ ഉത്തരങ്ങളിൽ അധമമായ ഉത്തരത്തിന് പറയുന്ന പേര് എന്താണ്? രൂപോത്തരമാണ്. അപ്പോൾ ക്ഷേത്രത്തിലെ ഉത്തരങ്ങളിൽ അധമമായ ഉത്തരത്തിന് പറയുന്ന പേര് എന്താണ്? രൂപോത്തരമാണ്. എന്താണ്? രൂപോത്തരം. അപ്പോൾ ക്ഷേത്രത്തിലെ ഉത്തരങ്ങളിൽ അധമമായ ഉത്തരത്തിന് പറയുന്ന പേര് രൂപോത്തരം. ക്ഷേത്രത്തിലെ ഉത്തരങ്ങളിൽ അധമമായ ഉത്തരത്തിന് പറയുന്ന പേര് എന്താണ്? രൂപോത്തരം. എന്താണ്? രൂപോത്തരം. അടുത്ത ചോദ്യം, ക്ഷേത്രത്തിലെ ഉയരങ്ങളിൽ ഉത്തമമായ ഉത്തരത്തിന് പറയുന്ന പേര്
നേരത്തെ അധമമായിരുന്നു. ഇപ്പോൾ ഉത്തമമായ ഉത്തരത്തിന് പറയുന്ന പേരെന്താണ്? അത് ഖണ്ഡോത്തരമാണ്. എന്താണ്? ഖണ്ഡോത്തരം. അപ്പോൾ ക്ഷേത്രത്തിലെ ഉയരത്തിൽ ഉത്തമമായ ഉത്തരത്തിന് പറയുന്ന പേര് എന്താണ്? ഖണ്ഡോത്തരമാണ്. എന്താണ്? ഖണ്ഡോത്തരം. അടുത്ത ചോദ്യം, ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ശിലയിൽ തീപ്പൊരി അധികം ഉണ്ടാകുന്ന ഭാഗം എന്തായി മാറുന്നു, അല്ലെങ്കിൽ എന്താകുന്നു? അത് ശിരസാകുന്നു. അപ്പോൾ ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ശിലയിൽ തീപ്പൊരി അധികം ഉണ്ടാകുന്ന ഭാഗം എന്താകുന്നു? അത് ശിരസായി മാറുന്നു. അപ്പോൾ ഒന്നുകൂടി, ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ശിലയിൽ തീപ്പൊരി അധികമുണ്ടാകുന്ന ഭാഗം എന്താകുന്നു? അത് ശിരസാകുന്നു. എന്താകുന്നു? ശിരസാകുന്നു. അടുത്ത ചോദ്യം, ചന്ദനം, കുങ്കുമം, ഭസ്മം ഇവ മൂന്നും കൂടി തൊടുന്നത് എന്തിൻ്റെ പ്രതീകമാണ്? എന്തിൻ്റെ പ്രതീകമാണ്? അത് ത്രിപുര സുന്ദരിയുടെ പ്രതീകമാണ്. അപ്പോൾ ചന്ദനം, കുങ്കുമം, ഭസ്മം ഇവ മൂന്നും കൂടി തൊടുന്നത് എന്തിൻ്റെ പ്രതീകമാണ്? ത്രിപുര സുന്ദരിയുടെ പ്രതീകമാണ്. ഒന്നുകൂടി പറയാം, ചന്ദനം, കുങ്കുമം, ഭസ്മം ഇവ മൂന്നും കൂടി തൊടുന്നത് എന്തിൻ്റെ പ്രതീകമാണ്? അത് ത്രിപുര സുന്ദരിയുടെ പ്രതീകമാണ്. മനസ്സിലായല്ലോ? ത്രിപുര സുന്ദരിയുടെ പ്രതീകമായിട്ടാണ് ചന്ദനം, കുങ്കുമം, ഭസ്മം ഇവ മൂന്നും കൂടി തൊടുന്നത്. അടുത്ത ചോദ്യം, നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ഫൈനൽ ചോദ്യമാണ്. ബിംബത്തിൻ്റെ നേത്രോന്മാലീനം എന്ന ചടങ്ങിന് ഉപയോഗിക്കുന്ന സൂചി അത് ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഏത് ലോഹം കൊണ്ടാണ്? സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ബിംബത്തിൻ്റെ നേത്രോന്മാലീനം എന്ന ചടങ്ങിന് ഉപയോഗിക്കുന്ന സൂചി ഏത് ലോഹം നിർമ്മിതമാണ്? ഏത് ലോഹം നിർമ്മിതമാണ്? അത് സ്വർണ്ണ നിർമ്മിതമാണ്. അപ്പോൾ ബിംബത്തിൻ്റെ നേത്രോന്മാലീനം എന്ന ചടങ്ങിന് ഉപയോഗിക്കുന്ന സൂചി ഏത് ലോഹമാണ്? ഏത് ലോഹമാണ്? അത് സ്വർണം കൊണ്ട് നിർമ്മിതമാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ബിംബത്തിൻ്റെ നേത്രോന്മാലീനം എന്ന ചടങ്ങിന് ഉപയോഗിക്കുന്ന സൂചി ഏത് ലോഹമാണ്? അത് സ്വർണമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ചോദ്യമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ റിവൈസ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഭദ്രകാളിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ്? അത് ചെമ്പരത്തിയാണ്. അടുത്ത ചോദ്യം, വിഷ്ണുവിന് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം അത് തുളസിയാണ്. അത് കഴിഞ്ഞ് പറഞ്ഞ ഏതാണ്? രാമന് ശബരി നൽകിയ ഉപദേശം എന്താണ്? പമ്പാതീരത്ത് ഋഷ്യമൂകാചലത്തിൽ പോയി സുഗ്രീവനെ കാണാനാണ്. താടകയുടെ മക്കൾ ആരൊക്കെയാണ്? മാരീചനും സുബാഹുവുമാണ്. മഹോദയപുരം നിർമ്മിച്ചത് അതാരാണ്? കുശനാജനാണ്. വൈദേഹി എന്ന പേരിൽ പ്രസിദ്ധയായതാരാണ്? അത് സീതയാണ്. ശുനഭേശൻ്റെ പിതാവിൻ്റെ പേര് അജികർത്തനാണ്. കൊല്ലവർഷം മകരം 5-ാം തീയതി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ രാജ്യം ശ്രീപത്മനാഭസ്വാമിക്ക് അടിയറവ് വച്ചു. ഇതിന് പറയുന്ന പേര്, അതിനെയാണ് നമ്മൾ തൃപ്പടിദാനമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ലോഹവിഗ്രഹങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? ലൗഹി എന്ന് വിളിക്കുന്നു. ശ്രീ അയ്യപ്പൻ്റെ മറ്റൊരു പേര് മണികണ്ഠൻ. ക്ഷേത്രവിഗ്രഹങ്ങളുടെ 3 തരം ഭാവങ്ങൾ ഏതൊക്കെയാണ്? സാത്വികം, രാജസം, താമസം. ധ്വജത്തിൻ്റെ മുകൾ ഭാഗം ഷഡ്ചക്രങ്ങളിൽ ഏതിനെ സങ്കല്പിക്കുന്നു? സഹസ്രാരത്തെ സങ്കല്പിക്കുന്നു. ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്തുവാൻ ഉപയോഗിക്കുന്ന രാഗം ഭൂപാള രാഗം. മൂകാംബികയിലെ പ്രധാന പ്രസാദം ഏതാണ്? അത് കഷായ തീർത്ഥമാണ്. ധ്വജത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് എന്താണ്? ദേവവാഹനമാണ്. ശ്രീപത്മനാഭസ്വാമിയുടെ വിഗ്രഹം എത്ര സാളഗ്രാമങ്ങൾ കൊണ്ട് തീർത്തതാണ്? 12,000 സാളഗ്രാമങ്ങൾ കൊണ്ട് തീർത്തതാണ്. പതഞ്ജലി മുനിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം അത് രാമേശ്വരമാണ്. ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയതാര്? ആരാണത്? അത് താനന്ദമയി ദേവിയാണ്. അത്താഴ പൂജയ്ക്ക് ശേഷം സ്ത്രീകൾക്ക് നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാൻ അനുവാദമുള്ള ക്ഷേത്രം ഏതാണത്? അത് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രമാണ്. ക്ഷേത്രക്കിണർ ഏതു കൂറിലാണ് സ്ഥാപിക്കുന്നത്? മീനക്കൂറിലാണ് സ്ഥാപിക്കുന്നത്. രാമായണ കഥ വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ച വ്യക്തി ആരാണത്? ബ്രഹ്മാവാണ് ഉപദേശിച്ചത്. കന്നഡയിലെ രാമായണം ഏതാണ്? നാഗചന്ദ്രയുടെ രാമചന്ദ്ര ചരിതമാണ്.
വിശ്വാമിത്രൻ്റെ യാഗസ്ഥലത്തേക്കുള്ള യാത്രയിൽ രാമൻ വധിച്ച സ്ത്രീ ആരാണ് താടകയെയാണ് രാമൻ വധിച്ചത്. ദശരഥൻ്റെ യഥാർത്ഥ പേര് എന്താണ്? നേമി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ദ്രന് ഗൗതമ മുനി നൽകിയ ശാപം എന്ത് ശാപമാണ്? സഹസ്രഭകനാകുക എന്ന ശാപമാണ് ഇന്ദ്രന് ഗൗതമ മുനി നൽകിയ ശാപമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ക്ഷേത്രത്തിലെ ഉത്തരങ്ങളിൽ അധമമായ ഉത്തരത്തിന് പറയുന്ന പേര്? രൂപോത്തരം. ക്ഷേത്രത്തിലെ ഉത്തരങ്ങളിൽ അധമമായ ഉത്തരത്തിന് പറയുന്ന പേരെന്താണ്? രൂപോത്തരം. അടുത്ത് പറഞ്ഞത് ക്ഷേത്രത്തിലെ ഉയരങ്ങളിൽ ഉത്തമമായ അത് മാറിപ്പോയി, നമ്മുടെ നേരത്തെ ഉത്തരങ്ങളിൽ അധമം. ഓക്കെ, അപ്പോൾ ക്ഷേത്രത്തിലെ ഉത്തരങ്ങളിൽ ഉത്തമമായ ഉത്തരത്തിന് പറയുന്ന പേരെന്താണത്? ഖണ്ഡോത്തരമാണ്. ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ശിലയിൽ തീപ്പൊരി അധികമുണ്ടാകുന്ന ഭാഗം എന്താകുന്നു? ശിരസാകുന്നു. ചന്ദനം, കുങ്കുമം, ഭസ്മം ഇവ മൂന്നും കൂടി തൊടുന്നത് എന്തിൻ്റെ പ്രതീകമാണ്? ത്രിപുര സുന്ദരിയുടെ പ്രതീകമാണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ചോദ്യം എന്താണ്? ബിംബത്തിൻ്റെ നേത്രോന്മാലീനം എന്ന ചടങ്ങിന് ഉപയോഗിക്കുന്ന സൂചി ഏത് ലോഹ നിർമ്മിതമാണ്? അത് സ്വർണ്ണ നിർമ്മിതമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്.